ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്, പാലക്കാടൻ വ്ളോഗാണ് കേട്ടോ. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാട് കൂത്താമ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വ്ളോഗാണ് കേട്ടോ. അവിടെ പോയതും പാലക്കാട് പോയതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ് പാലക്കാടുള്ള. അതിനുശേഷം ഞങ്ങൾ കൂത്താമ്പള്ളിയിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴി എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ അവൻ്റെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂത്താമ്പള്ളിയിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ ആകുമ്പോഴേ നമുക്ക് നെയ്ത്ത് ഗ്രാമം എന്നാണല്ലോ പറയുന്നത്, ഇങ്ങോട്ട് പാലക്കാടുള്ള കൂത്താമ്പള്ളിയിൽ നല്ല കളക്ഷൻസ് നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നാട്ടിൽ നിന്നും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ അവിടത്തേക്ക് പോയത്. ഞങ്ങൾ തന്നെ പോകാൻ തീരുമാനിച്ചത് AR ഹാൻഡ്ലൂമിലേക്കായിരുന്നു കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് AR ഹാൻഡ്ലൂംസ്. സെലിബ്രിറ്റീസൊക്കെ ഇവിടെ നിന്നല്ലേ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഫസ്റ്റ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ പോയെങ്കിലും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രസ്സ് എടുക്കുന്ന തിരക്കൊക്കെ ആയത് കാരണം ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ്. ജസ്റ്റ് ചെറിയ ഒരു പോർഷൻസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഡ്രസ്സസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. ഇതെത്രയാ? ഇത് 17,000. ബ്രൈഡിന്റെ സെക്ഷനാണ് കേട്ടോ ഇത്. ഞങ്ങൾ കൂത്താമ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് ഇപ്പോൾ കൽപ്പാത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഉള്ളത്, പാലക്കാടുള്ള. ഇവിടെ രഥോത്സവത്തിൽ ഫേമസ് ആണ് കൽപ്പാത്തി. ബാക്കിൽ കാണുന്നുണ്ട് നമ്മുടെ രഥം. ഇവിടെ 3 അമ്പലങ്ങളാണ് ഉള്ളത്. 3 അമ്പലം, അതായത് ശിവന്റെ അമ്പലവും ഉണ്ട്, അതുപോലെ തന്നെ ഏതായിരുന്നു 3 അമ്പലം? കൃഷ്ണൻ അമ്പലമുണ്ട്, ശിവന്റെ അമ്പലമുണ്ട്. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിന്റെ നടയിലാണ് ഉള്ളത്. ഞങ്ങൾ ഒരു കടയിലല്ല, വേറെയും കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. രാമചന്ദ്രയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡ്രസ്സ് എടുത്തതിന് ശേഷം നാട്ടിൽ നിന്ന് വന്നവർ വൈകുന്നേരം ട്രെയിൻ കയറി പോവുക ചെയ്തത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ഡേ പോകാമെന്നായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇവിടെ കൽപ്പാത്തിയിലുള്ള രഥോത്സവം നടക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് വരിക ചെയ്തേ. ഇപ്പം ഞങ്ങൾ അവിടെയാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് അവിടെയാണ് ഉണ്ടായിരുന്നത്, അതായത് കൽപ്പാത്തിയിലെ രഥോത്സവം നടക്കുന്ന. പാലക്കാട് ജില്ലയിൽ എല്ലാ വർഷവും നവംബർ മാസത്തിൽ 10 ദിവസമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഈ രഥോത്സവം. പ്രസിദ്ധമായിട്ടുള്ള ഒരു രഥോത്സവമാണ് നമ്മുടെ കേരളത്തിൽ. ഞങ്ങൾ വരുമ്പോൾ ഇതിപ്പോൾ നവംബർ മാസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. നമ്മൾ വരുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടായിട്ടില്ല, അതായത് തുടങ്ങുന്നതേ ഉള്ളൂ ഉത്സവം. ഇത് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഈ രഥോത്സവം മെയിനായിട്ട് നടക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മെയിനായിട്ട് മഹാദേവനും അതുപോലെ ശ്രീ പാർവതിയുമാണ്. പിന്നെ മഹാഗണപതിയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് നോക്ക്, വലിയ പപ്പടം കണ്ട വലിയ പപ്പടല്ലേ.
ബാ ബാ പോകാം. എന്നായേ? ഓ പപ്പടാക്കുന്നയാ, എണ്ണ കറിക്കും. അതെങ്ങനെ ഇങ്ങനെ വലിയതാവുന്നേ? അവരിട്ടത് ചെറുതല്ലേ? ഇത് ഓരോരോ ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ ഈ അമ്പലങ്ങൾ. 3 ഭാഗങ്ങളിലായിട്ടാണ് അമ്പലങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുക. ഇത് നമ്മുടെ അഗ്രഹാരം പോലെയൊക്കെയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ബ്രാഹ്മൺസ് ഉണ്ടാവില്ലേ, അവരിങ്ങനെ അഗ്രഹാരമൊക്കെ ആയിട്ടാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇതാണ് ഒരു രഥം ഞാൻ കണ്ടത്. പിന്നെ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് കണ്ടോ. ഇതിലൊക്കെ ഇനി ഉത്സവം തുടങ്ങുന്ന സമയത്ത് ഈ രഥം വലിയൊക്കെ ഉണ്ടാകും. ഇതൊരു അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. മഹാലക്ഷ്മിയും മഹാദേവനുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3 രഥമാണ് ഞങ്ങൾ കണ്ടത് കണ്ടോ. അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒന്നും അലങ്കരിച്ചിട്ടൊന്നുമില്ല. 3 രഥം ഇവിടെ മുൻപിൽ വച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. രഥം വലിയൊക്കെ വരും ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അതൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഉൾഭാഗത്തേക്ക് നടന്നിട്ട് അവിടെ പൂജയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബാ ഇതെന്നാ? ഇത് ഇവിടുത്തെ പ്രസാദം. ഇതിവിടെ ഒരു അമ്പലം ഉണ്ട്. കല്ലൊക്കെ കൊത്തിയിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ അമ്പലം നമ്മൾ നേരത്തെ വന്നത് തന്നെയാ. ഇത് ഗണപതിൻ്റെ അല്ലേ? ഇവിടെ ശിവന്റെയും കൃഷ്ണന്റെയും ഇപ്പൊ ഗണപതിന്റെ അമ്പലം. ഒരുപാട് അമ്പലങ്ങൾ കൂടിച്ചേർന്നാണ് കേട്ടോ ഈ ഒരു ഏരിയ. ഇതൊക്കെ അഗ്രഹാരങ്ങളാണ്. നമ്മൾ പാലക്കാട് ജില്ലയിൽ പറയുന്നില്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ദേവരാഗം പോലെയുള്ള സിനിമകളിലൊക്കെ കാണുന്ന പോലെ പാലക്കാട് അഗ്രഹാരങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. രഥോത്സവം ഉണ്ട് ഇവിടെ. അതായത് എന്ത് രഥോത്സവ? കൽപ്പാത്തി രഥോത്സവത്തിലല്ലേ ഫേമസ് ആയത്? ദിവസം മൂന്ന് അമ്പലത്തിലും പോയി കേട്ടോ. എല്ലാം കണ്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്കാണ് തിരിച്ചു പോകുന്നത്. ഇന്ന് നാളെ രാവിലെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകും.